ഡോക്ടർ കഫീൽ ഖാൻ. ഈ പേര് അറിയാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ല. കാരണം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കുട്ടികളെ രക്ഷിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. അതിപ്പോൾ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവാർഡോ അല്ലെങ്കിൽ പുരസ്കാരങ്ങളോ കിട്ടിയാനെ. ഉത്തർപ്രദേശിലല്ലേ, അപ്പോൾ ജയിലും ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ചല്ല കേട്ടോ. കാരണം വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ബേസിലുള്ള മൂപ്പരെ കണ്ടതും മീറ്റ് ചെയ്തതും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ അതിൽ കൊടുക്കട്ടോ, നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാക്കാം. When I came out of Mathura prison on 1st of September 2020, I was actually smuggled from Mathura, Uttar Pradesh to Bharatpur, Rajasthan border. Later I came to know Honorable Priyanka Gandhi ma'am has called my wife to congratulate her about my release. In that conversation, my wife expressed her apprehension that Mathura to Gorakhpur is 800 km. Traveling in night is not a good idea, and there is a risk of another case by UP government to implicate me in a different way. That time she said that why don't you go to Rajasthan? We have a Congress government there. We will provide security. And for 4 years when we stayed in Jaipur, Rajasthan, she took care of our whole family like a family. The house, the security, even my kids' admission, she monitored that. In these 3-4 years, I have met her 3-4 times, and every time it was not about politics. It was always, how are you? How is your wife? How are the kids? And she was more worried about my security and well-being. So she is a very good human being. I can't repay her what she has done. Even my whole family is indebted to her. So she is fighting for Wayanad. The Wayanad which has a very emotional and a special connection. I visited Wayanad in 2018 when the flood has devastated whole Wayanad, and recently when the century worst disaster has washed away 2 villages and 400 people died. We spent around 10 days. I just request to Wayanad people, she is the one we need in parliament. And if you know, the one who has supported me and my family is now with you, and the way she has taken care of me for the past 4 years, she will take care of Wayanad the same way, not as a politician, as a good human being. ഡോക്ടർ കഫീൽ ഖാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വയനാടിന് കിട്ടിയൊരു ഭാഗ്യമാണ് പ്രിയങ്ക ചേച്ചി എന്നാണ്. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, രാഹുൽ ചേട്ടനേക്കാളും കൂടുതൽ പ്രിയങ്ക ചേച്ചിയാണ് മൂർച്ചയുള്ള വാക്കുകളും അതുപോലെ തന്നെ പക്വതയുള്ള വാക്കുകളൊക്കെ പറയുന്നത് കേൾക്കാറ്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിട്ടും പ്രിയങ്ക ചേച്ചിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് സ്ഥാനാർത്ഥിന്റെ നോമിനേഷൻ കൊടുക്കാൻ വന്ന അന്നു മുതൽ ഇവിടെ പ്രചാരണത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രിയങ്ക ചേച്ചി. അപ്പം എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്, ഈ വോട്ട് കിട്ടിയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഡൽഹി പോയിട്ട് അവിടെ ഇരിക്കുന്ന ആളൊന്നുമല്ല പ്രിയങ്ക ചേച്ചി. വയനാടുകാരെ കൂടെ എന്തായാലും ഉണ്ടാവും. അത് ഞാൻ രാഹുലേട്ടനെ കുറ്റം പറയില്ല. കാരണം രാഹുലേട്ടൻ എന്ന് പറഞ്ഞാൽ ഈ വയനാട് മാത്രമല്ല, ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ മൂപ്പർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ വയനാടിൽ മാത്രം ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രിയങ്ക ചേച്ചി അങ്ങനെയല്ല, വയനാടിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ പ്രിയങ്ക ചേച്ചിയുടെ ഒരു അഭ്യർത്ഥന ഉണ്ട്, ആ മെഡിക്കൽ കോളേജിന്റെ കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം. അറിയാം, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും കേന്ദ്രത്തിലും പിന്നെ അതുപോലെ തന്നെ കേരളത്തിലും ഭരണമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുലേട്ടൻ ചെയ്യാൻ പറ്റിയതൊക്കെ മനസ്സിലായി. അപ്പം ഇപ്രാവശ്യം പിന്നെ അങ്ങനെയല്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് കേരളത്തിൽ എന്തായാലും കോൺഗ്രസിന് കിട്ടും. അപ്പം മെഡിക്കൽ കോളേജ് അതാണ് വളരെ അത്യാവശ്യം, അതെന്തായാലും ചെയ്യണം.